നമസ്കാരം, ഞാൻ ഷാനിദ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലിപ്പ് മാട്രസസ്. പൾസറിനെ വിടാതെ. യുവനടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം പുരോഗമിക്കവേ 2011 മുതിർന്ന നടി തട്ടിക്കൊണ്ടുപോയ കേസിലും പൾസർ സുനിയെ പ്രതി ചേർത്ത് പോലീസ്. ചോദ്യം ചെയ്യലിനായി ഇയാളെ 5 ദിവസം കസ്റ്റഡിയിൽ വിട്ട് എറണാകുളം CJM കോടതി. കേസിൽ കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തേണ്ടതുണ്ടെന്നും കോടതിയിൽ അന്വേഷണ സംഘം. കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായതായി പോലീസ്. കോതമംഗലം സ്വദേശികളായ എബിൻ, വിപിൻ എന്നിവർക്ക് പുറമെ ഇന്ന് പിടിയിലായത് കണ്ണൂർ പാച്ചല്ലൂർ സ്വദേശി സുനീഷ് അഷ്റഫ് എന്നിവർ. ഇയാളിൽ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ ലഭിച്ചതായി അന്വേഷണ സംഘം. 2010 ഒരു മുൻകാല നടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നിരുന്നു. പൾസർ സുനിയും സംഘവും ഇതിനായി ചെറുവത്തൂരിൽ എത്തിയിരുന്നു. ചോദ്യം ചെയ്യലിൽ സുനീഷിൽ നിന്ന് ഇനിയും നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും അന്വേഷണ സംഘം. മാറ്റിനി അളക്കും. നടൻ ദിലീപിനെതിരായ ഭൂമി കയ്യേറ്റ വിവാദത്തിൽ ആരോപണം ശക്തമാകവേ ചാലക്കുടി ഡി സിനിമാസ് തിയേറ്ററിന്റെ ഭൂരേഖകൾ ഹാജരാക്കാൻ ദിലീപ് അടക്കം 7 പേർക്ക് നോട്ടീസ് നൽകി തൃശൂർ ജില്ലാ സർവേ സൂപ്രണ്ട്. 27 ഭൂമി അളന്ന് തിട്ടപ്പെടുത്തും. ഡി സിനിമാസിന്റെ ഭൂമി കയ്യേറ്റം സങ്കീർണമെന്നും പുറമ്പോക്ക് ഭൂമിക്ക് ജന്മാവകാശം നേടിയതും കരമടച്ചതും എങ്ങനെയെന്ന് പരിശോധിക്കണമെന്നും റവന്യൂ വകുപ്പിനോട് ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ. കേസിനാക്കം കൂട്ടി താരത്തിന്റെ മറ്റു ഭൂമി ഇടപാടുകളും പുറത്ത്. കുമരകത്തെ വിവാദ ഭൂമി നടൻ മറിച്ചുവിറ്റത് 10 കോടി രൂപയ്ക്കെന്ന റിപ്പോർട്ട്. സ്ഥലം വിൽപ്പനയ്ക്ക് ഇടനിലക്കാരനായി നിന്ന ബ്രോക്കറെ ദിലീപ് ഭീഷണിപ്പെടുത്തി. വില കുറിച്ച് ആധാരം രജിസ്റ്റർ ചെയ്ത് സംബന്ധിച്ചും റവന്യൂ വകുപ്പ് അന്വേഷണം ആരംഭിച്ചതായി സൂചന. ഭൂമിയോട് ചേർന്ന കായൽ താരം കയ്യേറിയതെന്നും ആരോപണം. അതിനിടെ സിനിമാ മേഖലയിലെ പലരുടെയും സാമ്പത്തിക സ്രോതസ്സുകളിലുള്ള പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി വിവരം. സംശയനിഴലിലുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും. കഴിഞ്ഞ 5 വർഷത്തിനിടെ മലയാളത്തിൽ നിർമ്മിച്ചിട്ടുള്ള സിനിമകളുടെ പണമിടപാടുകളിലും ഹവാല ഭൂമി ഇടപാടുകളിലും വിശദ അന്വേഷണം. ഒത്തുതീർപ്പും പരാജയം. ഹൈക്കോടതിയുടെ ഒത്തുതീർപ്പ് ചർച്ചയും പരാജയപ്പെട്ടതോടെ സമരം കൂടുതൽ ശക്തമാക്കി യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ. അടിസ്ഥാന ശമ്പളം 20,000 രൂപയാക്കണമെന്ന ആവശ്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് നഴ്സുമാരും ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് ആശുപത്രി മാനേജ്മെന്റുകളും. നാളെ കൂട്ടവധിയെടുത്ത് പ്രതിഷേധിക്കുമെന്ന് UNA. സമരം സമവായമില്ലാതെ തുടരവെ വിഷയത്തിൽ ഇടപെട്ട് കേന്ദ്ര സർക്കാർ. നഴ്സുമാരുടെ പ്രശ്നം ഗൗരവമേറിയത്. സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർക്ക് സുപ്രീംകോടതി നിർദ്ദേശിച്ച ശമ്പളം നൽകണമെന്ന് ആരോഗ്യമന്ത്രി JP നദ്ദ. കോടതി ഉത്തരവ് നടപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമെന്നും ഇതിനാവശ്യമെങ്കിൽ ചട്ടം രൂപീകരിക്കണമെന്നും പാർലമെന്റിൽ കേന്ദ്രമന്ത്രി. നഴ്സുമാരുടെ ശമ്പളക്കാര്യത്തിൽ നിർദ്ദേശങ്ങൾ നൽകാൻ കേന്ദ്രം നേരത്തെ സമിതിയെ നിയോഗിച്ചിരുന്നു. നഴ്സുമാരുടെ പ്രശ്നങ്ങളിൽ കേന്ദ്രത്തിന് പ്രത്യേക താൽപര്യമെന്നും ആവശ്യമെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി. വിമാനത്താവളം ചെറുവള്ളിയിൽ. ശബരിമല വിമാനത്താവളം എരുമേലിയിലെ ചെറുവള്ളി എസ്റ്റേറ്റിൽ സ്ഥാപിക്കും. 2263 ഏക്കർ വിസ്തൃതിയുള്ള ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളമാക്കി മാറ്റാൻ തീരുമാനമായത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ. ഹാരിസൺ കമ്പനി മറിച്ചുവിറ്റ ഈ ഭൂമി ഇപ്പോൾ KP യോഹന്നാന്റെ അധ്യക്ഷതയിലുള്ള ബിലീവേഴ്സ് ചർച്ചിന്റെ ഉടമസ്ഥതയിൽ. എരുമേലിയിൽ വിമാനത്താവളം സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ശബരിമല തീർത്ഥാടകരെ ലക്ഷ്യം വെച്ച്. നേരത്തെ പത്തനംതിട്ടയിലെ ആറന്മുളയിൽ വിമാനത്താവളം നിർമ്മിക്കാൻ സർക്കാർ KGS ഗ്രൂപ്പുമായി ചേർന്ന് പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു. പവേഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഇസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലിപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.